ജീവിതം മാറുന്നതിന് നമ്മുടെ ചിന്തകളാണ് മാറേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം എന്താണെന്നറിയോ? കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ ഒരു ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു മനസ്സും പോസിറ്റീവ് മൈൻഡ് സെറ്റുമാണ് ആവശ്യം. പക്ഷെ പലപ്പോഴും ഒരു പ്രശ്നം വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് മുഴുവൻ നെഗറ്റീവ് തോട്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ രണ്ട് തരത്തിലാണ്. ഒന്ന് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചിന്തകളാണ്. രണ്ടാമത്തത് വളരെ ലെഷർ ടൈം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന, അല്ലെങ്കിൽ ഒരുപാട് മനസ്സിന് സന്തോഷം തരും പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സമയം TV കാണുക, ആവശ്യമില്ലാതെ ആൾക്കാരെ വിളിച്ച് സംസാരിക്കുക, ഇങ്ങനെ നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി വെറുതെ സമയം വേസ്റ്റ് ആക്കി കളയുക എന്നുള്ള തരത്തിലുള്ള ചിന്തകളാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. അതായത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് ആണോ, അത് റിപ്പീറ്റഡ് ആയി വരുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ സഹായിക്കുന്ന ചിന്തകളാണോ, അത് എന്നെ പിന്തിരിപ്പിക്കുന്നതാണോ എന്നുള്ളത് സ്വയം ഒന്ന് മനസ്സിലാക്കുക. ഇനി എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം എനിക്ക് എന്തായാലും ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് പരിശ്രമിക്കാൻ കഴിയും, എനിക്കത് നേടാൻ കഴിയും എന്നിങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ജേർണലിംഗ് ശീലമാക്കുക. നമ്മുടെ ചിന്തകളെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഒരു 1 വീക്കൊക്കെ ആകുമ്പോൾ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ നമ്മുടെ യാത്ര എങ്ങോട്ടാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്കാണോ, അതേ നമ്മൾ വഴിമാറി പോകുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കാൻ അത് കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നല്ല അനുഭവങ്ങളുള്ള ആൾക്കാരോട് ഒരുപാട് സംസാരിക്കുക, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്നതിന് സഹായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലൈഫിൽ ശീലമാക്കുക. അപ്പോൾ എന്ത് കാര്യങ്ങളായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടി അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും മണി ഫോക്കസ്ഡ് ആവാതിരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കർമ്മം നമ്മൾ വളരെ സിൻസിയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും അതിൻ്റെ റിസൾട്ട് നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇനി ഒരു കാര്യത്തിൽ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക.